സഞ്ജു സാംസൺ എന്ന ടോക്കിംഗ് പോയിൻ്റ് ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് പലരും ചോദിച്ചു, ഇപ്പം എന്താ സഞ്ജു സാംസന് വേണ്ടി പോസ്റ്റൊന്നും ഇടുന്നില്ലേ, ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ. ഞാനൊന്ന് പറയട്ടെ, കഴിഞ്ഞ 2019 തൊട്ട് ഏകദേശം എത്ര വർഷമായി കാണും, ഇപ്പം 7 വർഷത്തോളം വളരെ ശക്തമായി സഞ്ജുവിന് വേണ്ടി പോസ്റ്റുകളും അവൻ തഴയപ്പെടുമ്പോൾ അവന് വേണ്ടി അനേകരെ വിമർശിക്കുകയും പോസ്റ്റുകളൊക്കെ ഇട്ടായിരുന്നു. നിരന്തരം ചെയ്തുകൊണ്ടിരുന്നു. ഡെയിലി ചിലപ്പോൾ 10, 20, 50 പോസ്റ്റുകൾ വരെ ഷെയർ ചെയ്യുക. പക്ഷേ ഇപ്പോൾ അവൻ പ്രൂവ് ചെയ്തത് ലോകം അംഗീകരിച്ചു കഴിഞ്ഞു. അവൻ എന്താണെന്നുള്ളത് ലോകം കണ്ടു കഴിഞ്ഞു. ഇനി അവന് വേണ്ടി പോസ്റ്റ് ഇടേണ്ട ആവശ്യമുണ്ടോ? അവൻ തന്നെ ഒരു രാജാവായി നിൽക്കുകയല്ലേ. 3 സെഞ്ചുറികൾ നിരന്തരം കണ്ടിന്യൂസായിട്ട് അടിച്ച് ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ. ഇങ്ങനൊരു കളിക്കാരനില്ല. ഇന്ത്യക്ക് വേണ്ടി കിരീടം നേടിത്തന്ന ഒരു കളിക്കാരനുമില്ല. കോഹ്ലിയില്ല, സച്ചിനില്ല, കപിലില്ല, മറ്റാരുമില്ല. ഇങ്ങനെ ഒരു പെർഫോമൻസ് നടത്തി ലോകത്തിൽ മറ്റൊരു പ്ലെയറുമില്ല. അവൻ ലോകത്തിൻ്റെ ഏറ്റവും ഉന്നതയിൽ നിന്നും ഇത്രയും തഴയപ്പെട്ട, വേദനിക്കപ്പെട്ട മറ്റൊരു കളിക്കാരനുമില്ല. ഈ ടാലൻറ്റുകൾ വെച്ച് ഇവൻ്റെ പെർഫോമൻസിനെ കൗണ്ടർ ചെയ്യാൻ ഇവിടെ വേറൊരു കളിക്കാരനുമില്ല. അവ ലോകം കണ്ടു കഴിഞ്ഞു. ഇനി അവന് വേണ്ടി പോസ്റ്റ് ഇടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമുണ്ടോ? ലോകം അംഗീകരിച്ചവനെ ഇനി നമ്മൾ പോസ്റ്റിട്ട് ചെറുതാക്കേണ്ട ആവശ്യമില്ലല്ലോ. അവൻ ബലീവനായി കഴിഞ്ഞു. ഉന്നത നിലയിലാണ് അവനുള്ളത്. എക്കാലത്തും അങ്ങനെ തുടരട്ടെ. ദൈവം അവനെ സഹായിക്കട്ടെ. അവൻ്റെ ആ ഹംബിൾനെസ്സും അവൻ്റെ ആ സ്നേഹവും ആ ബലഹീനത അങ്ങനെ തന്നെ നിൽക്കട്ടെ. അതൊരു ബലഹീനതയാണ്. ആ ബലഹീനതയാണ് അവനെ വിജയത്തിൻ്റെ ആ അതിർവരമ്പുകളിലേക്ക് എത്തിച്ചത്. ദൈവം വീണ്ടും വീണ്ടും അനുഗ്രഹിക്കട്ടെ. ആമേൻ.